എന്റെ മോള് ഭാഗ്യവതിയാ. താലി കെട്ടി പോരുന്നെങ്കിൽ ഇപ്പൊ വേറെ താലി അന്വേഷിക്കേണ്ടി വന്നേനെ. ചിലര് പറയുന്നത് ഇവൻ വീരപ്പന്റെ സംഘത്തിൽപ്പെട്ടവനാണെന്നാണ്. എന്തായാലും സത്യമംഗലം കാട്ടിലേക്കും പോലീസ് പോയിട്ടുണ്ട്. വീരപ്പന്റെ കൈകൊണ്ട് ചാവാനായിരിക്കും. എന്തൊരു ബഹളായിരുന്നു ഇവിടെ. മിടുക്കൻ, സുന്ദരൻ, പണം കായ്ക്കുന്ന മരം. എനിക്ക് അബദ്ധം പറ്റിപ്പോ എന്റെ സാവിത്രി. ഈ തെണ്ടി കാരണം പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായിരിക്കുന്നു. ഇന്നും വല്ലവരും തല്ലിയോ? ഏയ്, ഇന്ന് ഞാൻ കാറിന് പുറത്തിറങ്ങിട്ടേ ഇല്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്ത് നിർത്താതെ നേരെ ഇങ്ങോട്ട് പോന്നു. അത് ബുദ്ധിയായി. മോളെ, മോള് വിഷമിക്കേണ്ട. ഈ അച്ഛനുണ്ടല്ലോ, ഒന്നിനും കൊള്ളാത്തനായിട്ട് മോള് കരുതണ്ട. കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. നല്ല സുന്ദരനും സുമുഖനുമായ മറ്റൊരു പയ്യനെ അച്ഛൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അച്ഛൻ എന്നെ പറ്റിയുള്ള ധാരണ എന്താ? വിഷമിക്കണ്ട അത്രേ. എനിക്ക് വിഷമം ഉണ്ടെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു. എനിക്ക് പറ്റിയൊരു അബദ്ധം. അയ്യോ, അബദ്ധം പറ്റിയോ മോളെ? ഒന്നും മിണ്ടാതിരിക്കച്ചാ. ഒരേ തൊഴിൽ ചെയ്യുന്നവർ തമ്മിലുള്ള സൗഹൃദം, അത് മാത്രമാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. അല്ലാതെ ഞാൻ അയാളെ സ്നേഹിക്കുകയോ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അത് വളരെ നന്നായി. എങ്കിൽ ഈ പുതിയ ഇറക്കനെ നീ സ്നേഹിച്ചു തുടങ്ങിക്കോ. ആരാണെന്ന് അറിയോ? നമ്മുടെ ഹരികൃഷ്ണൻ, പൊതുമരാമത്തിന്റെ മകൻ. അവന് ഇവിടെ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. കേരളത്തിലെ ഒരു മന്ത്രി എന്നൊക്കെ പറഞ്ഞ ആരാ? എന്തോ ഒരു വരുമാനം. കോടീശ്വരനല്ലേ, കോടീശ്വരൻ. അച്ഛന് സുഖമായി ജീവിക്കാൻ ഇനി എന്തുമാത്രം പണം വേണ്ടി വരും? ഓ, എനിക്ക് എന്തിനാ മോളെ പണം? എല്ലാം നിനക്ക് വേണ്ടിയല്ലേ. നിനക്കറിയോ, മഹാദേവന്റെ സ്വത്ത് മുഴുവൻ ഞാൻ നിന്റെ പറക്കൽ എഴുതി വാങ്ങിയത്. ആണോ? സംശയമുണ്ടോ? ഓ, നോക്ക്, എനിക്ക് പണം വേണമെന്നുണ്ടെങ്കിൽ ഇത് എന്റെ പേർക്കല്ലേ ഞാൻ എഴുതി വാങ്ങിക്കൂ. ദയവേട്ടൻ ഇതൊക്കെ എന്റെ പേർക്ക് എഴുതി വെക്കാൻ കാരണം? അവൻ എങ്ങനെ തോന്നി എഴുതി. അല്ലല്ലോ, അവൻ എന്തിനാ മോളെ സ്വത്ത്? ഒറ്റ തടിയല്ലേ. ശരിയാ, ഞാൻ ഒറ്റത്തടിയാ. നിങ്ങളൊക്കെ ഇരട്ടത്തടി. നന്ദിനി ഇരട്ടത്തടി, അമ്മായി ഇരട്ടത്തടി, അമ്മാവനും ഇരട്ടത്തടി. മഹാദേവൻ ഒന്ന് പോയെ, ഞങ്ങൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്തോണ്ടിരിക്കുക. അതെ, ദേവേട്ടൻ ഒപ്പിട്ട പ്രമാണമാണ് ചർച്ചാ വിഷയം. കുഴപ്പമില്ല, ഈ വിഷയം ഇപ്പൊ തന്നെ അവസാനിപ്പിച്ചേക്കാം. എന്താ നന്ദിനി നീ കാണിച്ചത്? കൈ കിട്ടിയത് മുഴുവൻ കളഞ്ഞില്ലേ? ഇനിയിപ്പോ ആശുപത്രിയും വീടും മറ്റു സ്വത്തുക്കളും എല്ലാം പിന്നെ എന്റെ തലയിലായില്ലേ? അവസാനിപ്പിക്കും. സാരമില്ല അമ്മാവ, അമ്മാവനുടൻ വേറൊരു പ്രമാണം റെഡിയാക്കിക്കോ. സ്വത്ത് ഞാൻ അമ്മാവന്റെ പേർക്ക് എഴുതാം. ഓ, എനിക്ക് എന്തിനാ മോനെ സ്വത്ത്? അമ്മായിയുടെ പേർക്ക് എഴുതിക്കോ. എന്നിട്ട് അമ്മായിയെ എനിക്ക് കെട്ടിച്ചു തരാനായിരിക്കും. അങ്ങനെ പറഞ്ഞാണല്ലോ സ്വത്ത് നന്ദിനിയുടെ പേർക്ക് എഴുതിയത്. അമ്മാവന് സിനിമയിൽ അഭിനയിച്ചൂടെ? ഇത്രയും കഴിവുകളുള്ള ഒരു നടൻ ഇന്ന് ഇന്ത്യയിലില്ല. ഭരതവാട് കിട്ടും. കള്ളൻ, കോട്ട് കള്ളൻ. മഹാദേവ, മിണ്ടിപ്പോകരുത്. നന്ദിനിയുടെ സ്നേഹത്തിന് വില പറയാൻ ഇയാൾക്കെന്താ അധികാരം? നന്ദിനി എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അവൾക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിലേ ഞാൻ അവളെ കല്യാണം കഴിക്കൂ. അതിന്റെ ഇടയിൽ കയറി വന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാലുണ്ടല്ലോ, താ റോട്ട് കിടക്കും. പെണ്ണന്വേഷിച്ച് വീടായ വീടൊക്കെ കയറിയിറങ്ങിന്ന് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോ വളരെ അവിചാരിതമായിട്ടായിരിക്കും നമുക്ക് പറ്റിയ ഒരാളെ കണ്ടെത്തുന്നത്. ഞാൻ ഈ കുട്ടിയെ മുമ്പും കണ്ടിട്ടുള്ളതാ, പക്ഷേ അന്നൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ തോന്നി. ഞാൻ അതല്ല ചോദിച്ചത്. ഹരിക്ക് വേറൊരു അഫയർ ഉണ്ടായിരുന്നല്ലോ, അതെന്നേ വിട്ടു. യെസ്, കമിൻ. ഇതാര്? മിസ്റ്റർ മഹാദേവന് വീട്ടിൽ വന്നപ്പോ കണ്ടില്ല. ഞാൻ പഞ്ചാബിൽ പോയിരിക്കുകയായിരുന്നു. അതെ, ഒരു സീരിയസ് പ്രശ്നം. എന്തേ? രഹസ്യമാണ്. പറഞ്ഞോളൂ, എനിക്കും ബാബുവിനിടെ രഹസ്യങ്ങളൊന്നുമില്ല. നന്ദിനിയെ പിടിച്ചോണ്ടുപോയി. അവളുടെ അമ്മാവൻ. നന്ദിനിയെ ഹരികൃഷ്ണനെ കൊണ്ട് കെട്ടിക്കാൻ അയാൾക്ക് ഇഷ്ടമില്ല. ഹരിയുടെ അച്ഛനോട് എന്തോ പൂർവ്വ വൈരാഗ്യം. എന്റെ അച്ഛനോടോ? അതെ, നന്ദിനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. ഹരിയേട്ടനെ ഉടനെ കാണണമെന്ന് നന്ദിനി എന്നോട് രഹസ്യമായി പറഞ്ഞു. ഓ, ഈ അമ്മാവനാര്? അയാൾ ഇപ്പൊ തന്നെ ഇടിച്ച് ശരിയാക്കണോ? അതൊന്നും വേണ്ട. എന്തൊക്കെയായാലും നന്ദിനിയുടെ അമ്മാവനായി പോയില്ലേ. വാ ബാബു. വേണ്ട, ഇങ്ങനൊരു കാര്യമാവുമ്പോ ഹരി തനിച്ചല്ലേ നല്ലത്. ഇല്ല ബാബു, കുഴപ്പമില്ല. അല്ല, അത് കുഴപ്പമില്ലെന്നേ. വാ. ഇവിടുന്ന് അങ്ങോട്ട് ഭയങ്കര കുണ്ടുകുഴിയാണ്, കാറ് പോവില്ല. നിങ്ങൾ ഇവിടെ നിന്നോളൂ, ഇല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്ക് കാർ ഇവിടെ കാണില്ല. ഭയങ്കര കള്ളന്മാരുടെ സ്ഥലമാണ്. ആണോ? അതെ. എന്നാ ബാബു ഇവിടെ നിന്നോളൂ, ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം. സൂക്ഷിച്ച്. ഇല്ല, കുഴപ്പമില്ല. വരും.
നന്ദിനി ഇവിടെ ഇവിടെ ഉണ്ട്, വരൂ. അന്നും ഇന്നും എന്റെ ജീവിതത്തിന്റെ വഴിമുടക്കാൻ വന്നവനാണ് നീ. ഇനിയും കണക്ക് തീർക്കാൻ വൈകിക്കൂടാ. മഹാദേവ, എന്താ ഇത്? നിങ്ങളെ ചതിച്ചവന്റെ കൂടെ നിങ്ങളും ചേർന്നോ? ഇയാളിപ്പോ എവിടുന്ന് വന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല ഹരികൃഷ്ണ. വേദനിച്ചോ? സോറിയേ. നിനക്കെന്റെ നന്ദിനി കേട്ടോ അല്ലടാ? ബാബു, ഒത്തിരി ആൾക്കാർ നീ കാരണം കണ്ണീര് കുടിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് കോളേജിൽ വെച്ച് മരിച്ച ആ പെൺകുട്ടിയുടെ വീട്ടുകാർ, പിന്നെ ഞാൻ, പിന്നെ എന്റെ കുടുംബം. ഇന്ന് ആളുകളെ ചതിക്കാൻ മടിയില്ലാത്ത ഒരു കള്ളനായി ഞാൻ മാറി. എല്ലാത്തിനും നീയാണ് ഉത്തരവാദി. നിനക്ക് ഈ ശിക്ഷ പോരെന്ന് എനിക്കറിയാം. എനിക്കിപ്പോ ശിക്ഷയും ജയിലും ഒക്കെ ഒരു ശീലമായിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ജയിലിലേക്ക് പോകുന്നത് സന്തോഷത്തോടു കൂടിയാണ്. മഹാദേവ, ഞാൻ പോകുന്നു. എന്നെങ്കിലും കാണാം. കുറ്റം ചെയ്തവരൊക്കെ ശിക്ഷ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മിക്കവരുടെയും താമസം ഇപ്പൊ ജയിലിലായിരിക്കണം. രാജഗോപാലൻ സ്വന്തം പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞല്ലോ. അതൊക്കെ പരിഹരിച്ചു കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ആലോചിക്കാം. ഇല്ല, ഇനിയെങ്കിലും എനിക്കൊരു മനുഷ്യനെ പോലെ ജീവിക്കണം. പോണം, എന്നെ തടയരുത്. പേടിക്കണ്ട, കയറി വരാം. സ്റ്റാഫൊക്കെ മിക്കവാറും പുതിയ ആൾക്കാരാ, രോഗികളും. ശിക്ഷ കഴിഞ്ഞ് ഇന്നലെ ഇറങ്ങി. എന്റെ ചേച്ചി, വീട്ടുകാർ, അവർക്ക് വേണ്ടി മഹാദേവൻ ചെയ്ത ഉപകാരങ്ങൾ ഒരിക്കലും മറക്കാനൊക്കില്ല. ആശുപത്രിയൊക്കെ അലങ്കരിച്ചിട്ടുണ്ടല്ലോ, എന്താ വിശേഷം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിപ്പോ പഴയ കഴുത്തറപ്പ സ്ഥാപനമൊന്നുമല്ല, ഓൾമോസ്റ്റ് ഒരു ധർമാശുപത്രി എന്ന് പറയാം. വാ. ആളിനെ മറന്നിട്ടില്ലല്ലോ അല്ലേ? ഡോക്ടർ മിസ്സിസ് നന്ദിനി മഹാദേവൻ. 6-7 മാസത്തിനകം ഒരു അമ്മയാവാനുള്ള സാധ്യത തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മിസ്റ്റർ ക്ലീൻ. അപ്പോ ഞാൻ അയച്ച കത്ത് നിർമ്മലയ്ക്ക് കിട്ടിയല്ലേ? പക്ഷെ നിർമ്മല
നിർമ്മല നിർമ്മലയുടെ വിവാഹമാണിന്ന്. ഇവിടെ വെച്ച് അതിന്റെ അലങ്കാരമാണിതൊക്കെ. വരൻ മിസ്റ്റർ ക്ലീൻ തന്നെയാണ്. അത്ര പെട്ടെന്ന് സസ്പെൻസ് പൊളിക്കണമായിരുന്നു. ഈ ആശുപത്രിയിൽ വെച്ച് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി, പരിചയപ്പെട്ടു, അടുത്തു, വഴക്കടിച്ചു, തെറ്റിപ്പിരിഞ്ഞു. ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ആവട്ടെ നിങ്ങളുടെ കൂടിച്ചേരലും എന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. പേടിക്കണ്ട, ജീവിക്കാനുള്ള സെറ്റപ്പൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. ഒരാളെ പറ്റി രാജഗോപാൽ അന്വേഷിച്ചില്ല. ആരെ പറ്റി? എന്റെ അമ്മാവൻ മാധവൻ തമ്പിയെ പറ്റി. അതെ, അദ്ദേഹം അവിടെ. ഇപ്പൊ പഴയ ആളൊന്നുമല്ല, ഭയങ്കര ഉത്സാഹിയ, എന്ത് ജോലിയും ചെയ്യും. അമ്മാവാ, ആ മാലയും ബൊക്കെയൊക്കെ ഇങ്ങ് ഇട്. ഇവിടെ ഒരു അറ്റൻഡറുടെ ഒഴിവ് വന്നപ്പോ പുള്ളിക്കാരൻ സ്വയം അറ്റൻഡർ ആയതാ. അമ്മാവ മാല കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുക. പല്ല് ചിലക്കാത്ത, കോഴി കൂവാത്ത ശുഭമുഹൂർത്തത്തിൽ മാലയിട്.